കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? വീക്കെൻഡൊക്കെ ആയിട്ട് എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി റെസിപ്പി പരിചയപ്പെടുത്തി തരാൻ പോവാണേ. ഇത് UK റെസിപ്പിയാണ്, പക്ഷെ എന്നാലും കേരള സ്റ്റൈലും UK സ്റ്റൈലും എല്ലാം കൂടെ ആയിട്ട് ഒരു വെറൈറ്റി ടൈപ്പാണ്. ഓക്കെ, ഇവിടെ ഇതിന് കോട്ടേജ് പൈ എന്ന് പറയും, പക്ഷേ കേരള ആൻഡ് UK കൊലാബറേഷൻ ഉള്ളൊരു കോട്ടേജ് പൈ നമുക്ക് ഉണ്ടാക്കിയാലോ. വാ, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആവശ്യമുള്ള ക്യാരറ്റ്, സെല്ലറി, പിന്നെ ചില്ലി വച്ചിട്ടുണ്ട്. പിന്നെ ബീഫാണ് കേട്ടോ, ഇത് മിൻസ് ബീഫ് എന്ന് പറയും ഇവിടെ. ഇത് ബീഫിൻ്റെയാണ്. ബീഫ് കണ്ടോ, മിൻസ് ബീഫ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്പ്രിംഗ് ഓണിയൻ. പിന്നെ വേണ്ടത് നമുക്ക് സവാള കണ്ടോ, സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള. പിന്നെ വേണ്ടത് പൊട്ടറ്റോ ഉണ്ടല്ലോ, വേവിച്ച് നമുക്കത് മാഷ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വോസിസ്റ്റ് സോസ്, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ അത് കോമൺ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോയുടെ പ്യൂരി, ഇങ്ങനെ ട്യൂബിലും കിട്ടും, നമുക്ക് ടിന്നിലും കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഓറിഗാനോ ഇവിടുത്തെ സ്പൈസസ് ആണ്. പിന്നെ വേണ്ടത് പാസ്ലി. ഓക്കെ, പിന്നെ ആവശ്യമുള്ളത് ഇത് നമ്മുടെ ഒരു സ്റ്റോക്കാണ്. നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ഇച്ചിരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡായിട്ട് നമുക്ക് ഡിസോൾവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ ഇഞ്ചി, പച്ചമുളക് ഗാർലിക്കും ജിഞ്ചർ പേസ്റ്റുമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഗാർലിക് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ജിഞ്ചർ പേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗരം മസാല. ഓക്കെ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തുടങ്ങിയാലോ വേഗം കുക്കിങ്ങിലേക്ക്. സോ ആദ്യത്തെ പാനിൽ ഞാൻ വച്ചിരിക്കുന്നത് നമ്മുടെ മിൻസ്ഡ് മീറ്റാണ്. ഇതിൽ വെള്ളം ഒഴിക്കണ്ട, കാരണം ഓൾറെഡി അത് ഫ്രോസൺ, ഇച്ചിരി വെള്ളം ഉണ്ട് അതിന്. പക്ഷെ ഇന്ന് എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചു, ഞാൻ എന്താ ഓർത്തില്ല. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, അത് നല്ലതായിട്ട് മീറ്റ് ഇച്ചിരി ചൂടാവുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ ഇറങ്ങും. സോ വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അടുത്ത പാനിൽ, അപ്പോൾ അത് ചൂടാക്കാൻ നമ്മൾ വെച്ചു. ഒന്നും നമ്മൾ ചെയ്യേണ്ട, തണുത്താനായിക്കോളും. അതിലെല്ലാം സെറ്റാണ്, അതിലൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത പാനിൽ നമ്മൾ ഇച്ചിരി ചൂടാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല ഇതിന്, കാരണം എന്ന് വെച്ചാൽ ഇതിൽ മീൻസ് മീറ്റിൽ തന്നെ, ബീഫിൽ തന്നെ ഒത്തിരി ഓയിൽ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ആൻഡ് ഗാർലിക് ആണ്. ക്രഷ് ചെയ്തത് മതി, പക്ഷെ ഞാനിവിടെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്, കാരണം ഞാൻ ഗാർലിക്ക് നോക്കിയപ്പോൾ കണ്ടില്ല. അതുകൊണ്ട് ചതച്ചിട്ടാൽ മതി ഗാർലിക്കും ജിഞ്ചറും കൂടെ. പക്ഷെ ഇത് ഗാർലിക് ആൻഡ് ജിഞ്ചറിൻ്റെ പേസ്റ്റ് ഇവിടെ കിട്ടും, അതാണ് അത് അതിലേക്ക് ഇട്ടപ്പോൾ അതിലെ വെള്ളം കാരണം ഇച്ചിരി പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾക്ക് ഗാർലിക് ആൻഡ് ജിഞ്ചർ ചതച്ചിട്ടാലും മതി കേട്ടോ. അപ്പോൾ അതൊന്നൊരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മളത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും മറ്റേതും ആ പാനിലാവുന്നുണ്ട്. സോ ഇത് നമ്മൾ ആ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇച്ചിരി പച്ചമുളക് കണ്ടോ, ഇച്ചിരി പച്ചമുളക്. സാധാരണ ഈ കോട്ടേജ് പൈ ഇംഗ്ലീഷുകാർ ഉണ്ടാക്കുമ്പോൾ ഇവർ പച്ചമുളകൊന്നും ഇടില്ല, പക്ഷെ നമുക്ക് ഇച്ചിരി സ്പൈസൊക്കെ വേണ്ടതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടുന്നത് കേട്ടോ. ഇവരങ്ങനെ പച്ചമുളകും അതൊന്നും ഇടാറില്ല, നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് പച്ചമുളക് ഇടുന്നത്. അപ്പോൾ ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ മറ്റേതിൽ പാനിലാണെങ്കിൽ നോക്കി അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി അത് നല്ല വേറൊരു ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുക. ഇനി അത് നന്നായിട്ട് അതൊന്ന് വറ്റണം. ആ സമയത്ത് നമുക്ക് സ്പ്രിംഗ് ഓണിയന് ഞാൻ ഇതൊക്കെ ഓപ്ഷണലാട്ടോ, ഇതൊന്നും അവർ ഇടാറില്ല. സ്പ്രിംഗ് ഓണിയൻ ഒരു നല്ലൊരു ഫ്ലേവർ വരും. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിഞ്ഞാലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സ്പ്രിംഗ് ഓണിയന് നാട്ടിലും കിട്ടും എന്ന് വിചാരിക്കുന്നു. കുഞ്ഞിതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് വേവണ പോലെ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുത്ത് ഇരിക്കുക. ഇച്ചിരി ഒന്ന് വെന്താൽ മതി, അത് ഒത്തിരി വേവേണ്ട കാര്യമില്ല. അപ്പോൾ അത് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കാം. നമുക്കിപ്പോൾ പാനിൽ ഒത്തിരി അധികം എണ്ണയില്ലാത്തതുകൊണ്ട് അതിങ്ങനെ അടി പിടിക്കുന്ന പോലെ തോന്നി. സോ പെട്ടെന്ന് ഞാനത് എടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ സവാള, അതും ഞാൻ ഇവർ പറഞ്ഞ പോലെ സവാളയൊന്നും ഇത്ര അധികം ചെയ്യത്തില്ല. ഞാൻ ഉണ്ടാക്കുന്ന കോട്ടേജ് പൈ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. സാധാരണ ഇംഗ്ലീഷുകാരുണ്ടാക്കുന്ന ഇച്ചിരി മോയ്സ്ചർ റിച്ച് ആണ്, പക്ഷെ ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഡ്രൈ ആക്കി ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒത്തിരി ടേസ്റ്റാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയാലും. നമ്മൾ കേരളമായിട്ട് നമ്മുടെ ഒരു സ്റ്റൈല്. പിന്നെ അപ്പുറത്തെ നോക്കിയപ്പോൾ പാനിലെല്ലാം വെള്ളം നന്നായിട്ട്, അപ്പോൾ തീ നന്നായി ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാനിലെ. പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പിട്ടു, കാരണം വേഗം ആവാൻ വേണ്ടി കണ്ടോ. അപ്പോൾ നല്ല ഒരു ഇതായി. പിന്നെ അതിൽ സെല്ലറി, ഇതും ഓപ്ഷണലാണ്, ഇത് ഞാൻ ആഡ് ചെയ്തു. സോ സ്പ്രിംഗ് ഓണിയനും സെല്ലറിയും ഞാൻ ഓപ്ഷണലാണ്. ചിലവർ ആഡ് ചെയ്യും, പക്ഷേ ഇതെല്ലാം ഞാൻ ഓപ്ഷണലായിട്ട് ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. സ്പ്രിംഗ് ഓണിയനും സെല്ലറിയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് അതിന്.
അതെല്ലാം നന്നായിട്ടിരുന്ന് വേവാൻ വേണ്ടി ഇതാക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ. സോ നമ്മളതൊന്ന് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കതിട്ട് എല്ലാം ഇട്ടിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച്. അപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ ഈ പാനിലെല്ലാം ഇങ്ങനെ വറ്റി നന്നായിട്ടത് എണ്ണ കണ്ടോ എത്ര എണ്ണയാണെന്ന് നോക്കി. ഇതാണ് ഞാൻ അത്ര എണ്ണ മറ്റേയിൽ ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചത്, കാരണം ഇതിന് നന്നായിട്ട് ഓയിൽ ഇറങ്ങും. അപ്പം തന്നെ ബീഫല്ലേ, ബീഫിൻ്റെ ഓയിലെല്ലാം ഇറങ്ങി. അതിലും ഇച്ചിരി ഉപ്പിട്ടു. ചിലവർ ഇച്ചിരി കുരുമുളകും അതിലിടും കേട്ടോ. ഞാൻ കുരുമുളക് ഇട്ടില്ല, കാരണം പച്ചമുളക് ഇട്ടുകൊണ്ട് ഞാൻ കുരുമുളക് ഇട്ടില്ല, അതുകൊണ്ടാണ്. സോ ഇച്ചിരി നമുക്ക് എന്താ പറയണേ, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒരു ഫ്ലേവർ കൊടുക്കുക. അതിന് ഉപ്പില്ല, സോ ഇച്ചിരി ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല, അത് കാരണം ഇത് ഹാർഡായിട്ട് വരുന്ന ഒരു സാധനമാണ്, നല്ല ഹാർഡായിട്ട്. ഒത്തിരി ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും, പക്ഷെ അതിലും കുഴപ്പമില്ല, അത് നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. തീയിലെ പുക ഇത് കാരണം സ്ക്രീനൊന്നും അത്ര ക്ലിയർ അല്ലെന്ന് തോന്നുന്നു വീഡിയോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. അതിന് ക്യാരറ്റ് ഇടുക, കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ്. ഇത് ചിലവർ ഒരു ഇംഗ്ലീഷ് ആൾക്കാർ അവർ ഇച്ചിരി കൂടെ വലിയ ക്യാരറ്റായിട്ട് അരിയുന്നത്, പക്ഷേ എനിക്കെന്തോ ചെറുതായിട്ട് അരിയാൻ ഇഷ്ടം, അതുകൊണ്ട് ക്യാരറ്റ് ഇട്ടു. അപ്പം എല്ലാം കൂടെ സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും സവാളയും ഗാർലിക് ജിഞ്ചറും ഇതെല്ലാം കൂടെ ഒരു നല്ല മണവും നല്ലൊരു ഫ്ലേവറാട്ടോ. അപ്പുറത്ത് ഇവിടെ എല്ലാം ഡ്രൈ ആയി, നമ്മുടെ മീൻസ് മീറ്റ് നല്ല പെട്ടെന്ന് ഡ്രൈ ആയിട്ടോ. എല്ലാം ഡ്രൈ ആയി, എണ്ണയൊക്കെ നല്ലതായിട്ട് എല്ലാം തെളിഞ്ഞു വന്നു കണ്ടോ. അതിൽ നമുക്ക് ഇച്ചിരി കുരുമുളകും ആഡ് ചെയ്യാം. ഇതിലാണെങ്കിൽ നല്ല കളർഫുള്ള്, നല്ല എന്താ പറയുക, ക്യാരറ്റ് ഇതിൻ്റെയൊക്കെ നല്ല കളർ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല മണമായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. സ്വിച്ചിയും കൂടെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതും സംഭവമൊക്കെ സെറ്റായെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഫൈനൽ ടച്ചിൽ നമ്മൾ ഇച്ചിരി കൂടെ തീ കൂട്ടി വെച്ചിട്ട് അത് ഫുൾ അങ്ങ് ഡ്രൈ ആക്കി എടുക്കുകയാണേ കേട്ടോ. സോ ഇതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത നമ്മുടെ മസാലയും ഇതൊക്കെ ആഡ് ചെയ്യാനുള്ള അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണേ. സോ പാഴ്സലി നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇച്ചിരി പാഴ്സലി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഓറിഗാനോ. ഇതിന് നല്ല മണമാണ് കേട്ടോ. ഇത് ഡ്രൈഡ് ആയിട്ട് നമുക്ക് UK ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ കിട്ടും. പാഴ്സലി ഓറിഗാനോ ഒക്കെ നല്ല മണം അതിന്. അപ്പോൾ നല്ല, പിന്നെ നമ്മുടെ ഗരം മസാല ഞാൻ ഇച്ചിരി ആഡ് ചെയ്തു. നമ്മൾ മലയാളീസ് മസാല ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ ഇച്ചിരി നേരം നന്നായിട്ട് എന്താ പറയുന്നത് ഒന്ന് ഡ്രൈ ഇളക്കി കൊടുക്കുകയാണ്. പച്ചമണം തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ചുവയായിരിക്കും, കഴിച്ച ഒരു ചുവ, ഒരു കയ്പിൻ്റെ ചുവ വരും. പക്ഷെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം വരുന്ന വരെ, നമ്മൾ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കുക. അപ്പം ക്യാരറ്റും ക്യാപ്സിക്കവും സെല്ലറിയും സെല്ലറി എല്ലാം കൂടെ ഒരു നല്ല ഇതായി. പിന്നെ നമ്മൾ ഈ ബീഫിൻ്റെ ആ സ്റ്റോക്കില്ലേ, അത് ഞാൻ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്റ്റോക്ക് നമ്മൾ ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇനി അടുത്തത്, ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിപ്പോയി അത്. പക്ഷെ നന്നായി ഇളക്കിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ടോ, ടൊമാറ്റോയുടെ പ്യൂരി എല്ലായിടത്തും ഇവിടെ കിട്ടും, അത് ടിന്നിലും കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റിയത് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ചിലർ ഇച്ചിരി സ്റ്റോക്ക് ഇച്ചിരി കൂടെ നല്ല വെള്ളം സ്റ്റോക്ക്, നിങ്ങൾക്ക് ഇച്ചിരി വെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല സ്റ്റോക്ക് ഇട്ടിട്ട് നന്നായി വെള്ളം ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇവിടെ എല്ലാവർക്കും ഡ്രൈ ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇച്ചിരി കൂടെ പ്യൂരി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇച്ചിരി കൂടെ പ്യൂരി ആഡ് ചെയ്തു. സോ ബീഫിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്താൽ നല്ല ഇച്ചിരി കൂടെ എന്താ പറയുക നല്ല ഇതാവും. പിന്നെ വോസിസ്റ്റർ സോസും ആഡ് ചെയ്തു. ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും കൂടെ ഇതിൽ കിട്ടിയിട്ട് നല്ല മണവും എല്ലാം കൂടെയാണ്. ഇച്ചിരി കൂടെ ബീഫ് സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തു. എല്ലാം ഇച്ചിരി കൂടുതൽ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്തു. ഇതെല്ലാം നല്ല തീ കൂട്ടി വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. നന്നായി ആ ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇപ്പോൾ നല്ല ക്ലിയറായി. ഇവിടെയാണെങ്കിൽ ഫുൾ ഡ്രൈയും ആയി, നല്ല ഇതായി. ഇതിൽ ഇച്ചിരി പെപ്പറും ഉപ്പൊക്കെ ഇട്ട ഇച്ചിരിയുടെ ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യാം കണ്ടോ, നല്ല കളറായി. ഇനി നമ്മൾ ആ ആഡ് ചെയ്ത് വെച്ച് അതിലേക്ക് നമ്മൾ ആ മിൻസ് മീറ്റ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിൽ മിൻസ് മീറ്റും ഈ സംഭവങ്ങളെല്ലാം കൂടെ കിടന്ന് നല്ല സെറ്റാവും. നല്ല മണം ഓൾറെഡി വരുന്നുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന മോള് ചോദിക്കുന്നുണ്ട്, എന്താ നല്ല മണം അമ്മയെ, നല്ല മണം എന്ന്. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നല്ല മണമുണ്ടല്ലോ എന്നും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി മല്ലിയില ഇട്ടാലും വലിയ തെറ്റൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇമ്പ്രവൈസ് ചെയ്തെടുക്കാമല്ലോ നമ്മുടെ കുക്കിംഗ്. നമുക്ക് UK കോട്ടേജ് പൈ ആണെങ്കിലും കേരള സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. സോ നല്ല സെറ്റായി, അതിൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡിയായി.
എല്ലാം സൂപ്പറായിട്ട് നല്ല മണമുണ്ട്. അടുത്ത പാനിൽ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഉണ്ട്. ശരിക്കും നമ്മൾ ഈ പൊട്ടറ്റോ വേവിച്ച് വെച്ച ഉടനെ തന്നെ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ ഇടുമ്പോൾ നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത്തിരി ചൂട് പോയായിരുന്നു. പക്ഷെ നമ്മൾ നല്ല വെന്ത ഉടനെ തന്നെ അതിലേക്ക് ഇട്ടിട്ട് ബട്ടർ ഇടുമ്പോൾ നല്ല മെൽറ്റാവും. എന്നിട്ട് കണ്ടോ നല്ല ഇച്ചിരി ബട്ടർ ഇടുക. അപ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആവാനാണ് ബട്ടർ ഇടുന്നത്. നല്ല സോഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ഇടുക അതിന് വേണ്ടി. അപ്പം നല്ല രസമായി ബട്ടറൊക്കെ പതുക്കെ ചൂട് ഉണ്ടല്ലോ, തീ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ മാഷ് ചെയ്യാൻ തുടങ്ങി. മാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എത്ര ചൂടില്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു മാഷ് ചെയ്യാൻ കേട്ടോ. പക്ഷെ എന്നാലും ചൂടോടെ നിങ്ങളിത് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും, നല്ലതായിട്ട് വരും. അപ്പം മാഷിങ്ങിന് ഇച്ചിരി ഒരു ഹാർഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മിൽക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മിൽക്ക് ഒഴിക്കണമെന്ന് പറയാം. മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. ഇച്ചിരി മിൽക്ക് കൂടെ ആഡ് ചെയ്തു ഞങ്ങൾ ഇന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. എന്നിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് മാഷ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉപ്പ്, ബട്ടർ, പിന്നെന്താ പാല്, ഇതെല്ലാം കൂടെ ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായി. കണ്ടോ മാഷ് കണ്ടോ നല്ല സോഫ്റ്റായി. പിന്നെ നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇതിങ്ങനത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ ഓവനിൽ വെക്കാനുള്ള കണ്ടെയ്നർ. ഇത്ര കണ്ടെയ്നർ നല്ലത്, ഇങ്ങനത്തെ കണ്ടെയ്നർ ഇച്ചിരി കട്ടിയുള്ളത്. എന്നിട്ട് അതിലെല്ലാം നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് ഇടുക. ആ ഫുൾ നമ്മൾ അതിലേക്ക് ഇടുക. കണ്ടോ നല്ല കട്ടിയായിട്ട് ഇരുന്നോളൂ. അത് നല്ല കട്ടിയുള്ള പ്ലേറ്റ് ആകുമ്പോൾ നമ്മൾ ഓവനിൽ വെച്ചാലും ഒന്നും പ്രശ്നമൊന്നും വരത്തില്ല. കാരണം അത് ഫുൾ അതിലേക്ക് ആഡ് ചെയ്യും. ഞാൻ പറഞ്ഞ മല്ലിയില വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. മല്ലിയിലയോ കറിവേപ്പില ഇഷ്ടമുള്ള ഇട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കോട്ടേജ് പൈയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാഷ് കണ്ടോ, ഈ മാഷ് നമ്മൾ കട്ടിക്ക് തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇടണം, നിറച്ചു വിടുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വിളമ്പുമ്പോൾ ആ ഫുൾ ഒരു പോർഷൻ നമ്മൾ ബിരിയാണി എടുക്കുന്ന പോലെയാണ് എടുക്കുന്നത്. അപ്പം പൊട്ടേറ്റോ മുകളിലും ഈ മീറ്റിൻ്റെ ഇതെല്ലാം നമ്മൾ താഴെയും, അങ്ങനെയാണിത് വരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ഇടയ്ക്കൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. അതിൻ്റെ ഒപ്പം ക്യാരറ്റ് പീസ് ഇടാം നമുക്ക് വേണമെങ്കിൽ. ക്യാരറ്റിനൊപ്പം പീസ് ഹെൽത്തി ആയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി ചീസ് വിതറി. കണ്ടോ നല്ല ചീസ്, മോറിസെല്ല ചീസാണിത്. പിന്നെ അത് നമ്മൾ ഫോർക്ക് വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടോ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. എക്സസ് ആയിട്ടുള്ള ഇതെല്ലാം മാറ്റി പിന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എക്സസ് ആയിട്ടുള്ള ഇതെല്ലാം മാറ്റി ക്ലീനാക്കി നമ്മൾ ഓവൻ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 30 minutes വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതെല്ലാം സെറ്റാവും. അപ്പോൾ ചീസൊക്കെ ഓൾറെഡി മെൽറ്റ് ചെയ്ത് നല്ല ടേസ്റ്റാണ്. സോ കണ്ടേ ഇതെല്ലാം ഈ മീറ്റെല്ലാം താഴെയും പൊട്ടേറ്റോ ഇങ്ങനെ മുകളിൽ കിടക്കുക. അപ്പോൾ നമ്മൾ ഓവൻ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഓവനിലേക്ക് ഓൾറെഡി സെറ്റ് ചെയ്തു. ഒരു 30 minutes വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇതെല്ലാം സെറ്റാവും. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനമുണ്ട്. നമ്മൾ ഒത്തിരി വെക്കേണ്ട കാര്യമില്ല. 45 minutes 1 hour ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ മുകളിൽ ചീസും കൂടി ഇരിക്കുന്നുണ്ടല്ലോ, നല്ല ഒരു ടേസ്റ്റാട്ടോ. ചീസും പൊട്ടേറ്റോയും ഇച്ചിരി കൂടെ ഒരു ബേണിങ് പോലെ ഇങ്ങനെ മുകളിലൊരു ഇച്ചിരി ഹാർഡായി കഴിഞ്ഞാൽ അതിനേക്കാളും രസം. ബേണിങ് അല്ല, ഇച്ചിരി കൂടെ മെൽറ്റായിട്ടേ. ഇത് കണ്ടു, ഇതൊരു ഡ്രൈ കോട്ടേജ് പൈയാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. മോയിസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാം. സ്റ്റോക്ക് ഇച്ചിരി ആഡ് ചെയ്താൽ മതി. അതുപോലെ ക്യാരറ്റിൻ്റെ ഒപ്പം പീസ്, നമുക്ക് ഇഷ്ടമുള്ള ഇച്ചിരി പച്ചക്കറി ഇടാം. നല്ല ടേസ്റ്റായിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട്, ഭയങ്കര ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.